എടാ കുട്ടാ, ഞാൻ ഈ ബെഞ്ചിലൊന്നിരിക്കട്ടെ, നീ ഒന്ന് വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ബെഞ്ചിന് എന്താ പ്രത്യേകത എന്ന് നിങ്ങൾ ഓർക്കും. ഇത് ഈ വരുന്ന ഞായറാഴ്ച, അതായത് 11-ാം തീയതി മാരാമൺ കൺവെൻഷൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ തുടക്കമായിട്ട് ഇതേപോലെ ബെഞ്ച് പാർക്ക് പോലൊക്കെ സ്ഥാപിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തകൃതമായിട്ടുള്ള പണികളാണിത്. അപ്പോൾ ഇവിടുന്ന് ഇതിലേക്കൂടെ ആയിരുന്നു നേരത്തെ വണ്ടികളൊക്കെ പോകുന്നത്, ലോഡ് വണ്ടിയെല്ലാം ഇതിലേക്കൂടെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിലേക്കൂടെ വിടത്തില്ല. ഇപ്പോൾ ഇവിടെ ടൈൽസും അതേപോലെ ഈ ഇരിപ്പിടങ്ങളൊക്കെ പാർക്ക് പോലെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ചില സ്ഥലങ്ങളിലൊക്കെ 4 മണിക്കാറ്റില്ലേ, അതുപോലെ ഒരു 4 മണിക്കാറ്റ് ഇവിടെ ഇതേപോലെ സ്ഥാപിക്കാൻ വേണ്ടി ആയിരിക്കും. എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല കാറ്റും. പമ്പാ നദി തീരത്തിൻ്റെ അടുത്തായതുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ ഇതേപോലെ നടന്നപ്പം തന്നെ. അപ്പോൾ ഈ ഞായറാഴ്ച മാരാമൺ കൺവെൻഷൻ തുടങ്ങുകയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ അവിടുത്തെ ഓല കെട്ടുന്ന പന്തലും അതുപോലെ JCB കൊണ്ടുള്ള വർക്കൊക്കെ ഈ വീഡിയോയിലൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ശ്രേയസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ബെഞ്ചും ടൈൽസൊക്കെ ഇടട്ട് നമുക്ക് കൺവെൻഷൻ നഗറിലോട്ട് പോകാം കേട്ടോ. നമുക്കിപ്പോൾ അതല്ലേ അത്യാവശ്യം, അത് കാണിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ ഇതാണ് കൺവെൻഷൻ നഗറിലോട്ട് പോകുന്നത് കേട്ടോ. ഒരു 7-8 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇതേപോലെയാണ് പമ്പാ നദി തീരം മൊത്തം കേട്ടോ. വെള്ളമൊക്കെ വറ്റി വരണ്ട് അതുപോലെ ചൂടാണിപ്പോൾ. അപ്പോൾ ഇത് ഭയങ്കര ചൂടാണ് കേട്ടോ, നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ ടെമ്പോയാണ് കേട്ടോ, ശ്രേയസ്. അപ്പോൾ എൻ്റെ മോനും കൂട്ടുകാരും കൂടെ പന്തൽ പണിയാണ്. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ബുക്ക് ഷോപ്പൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ വാടകയ്ക്ക്. അപ്പോൾ ഇന്ന് അവർ സ്ഥലം അളന്ന് തരും. അപ്പോൾ അളന്നതിന് ശേഷം നമ്മൾ ഓരോ ദിവസം പണി തീർത്തങ്ങ് വെക്കും. ഇവരെയൊക്കെ കണ്ടപ്പോൾ സങ്കടം വന്നു കേട്ടോ. വേറൊന്നും കണ്ടല്ല, അതുപോലെ ചൂട് സമയമില്ലേ, അത് ഈ പൈപ്പൊക്കെ അങ്ങോട്ട് ചുട്ടു പൊള്ളി, കൈയൊക്കെ അങ്ങോട്ട് പൊള്ളിയിട്ടാണ് മോൻ വരുന്നത് കേട്ടോ. അങ്ങനെ കൈ ഇങ്ങനെ കുടുന്നിങ്ങനെ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഏതായാലും കൊള്ളാം, പണി നടക്കട്ടെ. നമുക്കിനി ഓല കെട്ടുന്ന പന്തലിലോട്ട് പോകാം കേട്ടോ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ നിന്നും 10 ഓലമടൽ കൊടുക്കണമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 10 എണ്ണം ആകുമ്പോഴത്തേക്ക് ഒത്തിരി വീട്ടുകാരില്ലേ, അപ്പോൾ അത്രയും വീട്ടുകാർ ഓലമടൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കെട്ടുന്നതാണ് പതിവ്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് പൊള്ളാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഒരുമിച്ച് ഓലമടൽ എടുത്തിട്ട് ഇന്ന ഗ്രൂപ്പുകാർക്ക്, പള്ളിയിലെ തന്നെ ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഇന്ന ഗ്രൂപ്പുകാർക്ക് ഇങ്ങനെ കളം തിരിച്ച് കൊടുക്കും. അപ്പോൾ ഈ കളം ഈ പറഞ്ഞ ഗ്രൂപ്പുകാർ വന്നിട്ട് കെട്ടിക്കൊടുക്കണം കേട്ടോ. അത് കൺവെൻഷന് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം ചെയ്ത് കൊടുക്കണമെന്നാണ്. അപ്പോൾ അതിനുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ കരുതിയിട്ടുണ്ട് കേട്ടോ. അത് അത്തരം ചൂടല്ലേ ഇത്. വെള്ളമൊക്കെ പിന്നെ ഫ്ലാസ്കിനകത്ത് ചായയും കാപ്പിയും പിന്നെ കഴിക്കാനുള്ള ബിസ്ക്കറ്റ് പിന്നെ പഴംപൊരി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കേട്ടോ. എന്നിട്ട് നല്ല രസമാണ്. മുതിർന്നവരും ചെറിയ ആൾക്കാരും എല്ലാവരും ഉണ്ട്. അവരും ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയും തമാശകളൊക്കെ പറഞ്ഞ്, അതുപോലെ ഫാദറും ഉണ്ട് കേട്ടോ, പള്ളിയിൽ അച്ഛന്മാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടെയാണ് നല്ല സ്നേഹത്തോടെ സൗഹൃദത്തോടെ തന്നെയാണ് ഈ ഓലപ്പന്തലൊക്കെ കെട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കണ്ടിട്ട് ഈ അമ്മ ഓടി വന്നേ, ഭയങ്കര സ്നേഹമായിരുന്നു ഞങ്ങളുടെ കേട്ടോ. നിങ്ങൾ ബേക്കറി ഞങ്ങളുടെ പരിപാടി സന്തോഷത്തിന് അവർക്കത് മതി. അപ്പോൾ അവർ ഞങ്ങളെ കൊണ്ട് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ച് കുടിപ്പിച്ചിട്ടേ അടങ്ങിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോയും ഫോട്ടോയൊക്കെ കുറേ എടുത്ത് അങ്ങനെ പരിചയപ്പെട്ടു. നല്ല സ്നേഹമുള്ള എല്ലാ ആൾക്കാരും നല്ല സ്നേഹമുള്ളവരായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ നിങ്ങളവർക്ക് ഇച്ചിരിയേ ഉള്ളത്, ഇതങ്ങ് ഒത്തിരി ദൂരമുണ്ട് കേട്ടോ. ഒത്തിരി വലിയ പന്തലാണിത്. അത് അടിപൊളി. ഇത്രയും ചൂടത്തും ഈ ഓലപ്പന്തലിൻ്റെ കീഴേ വന്നിരിക്കുമ്പോഴത്തേക്ക് എന്ത് സുഖമാണെന്നറിയാവോ. ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്നേ ഇല്ലായിരുന്നു. അത് അത്രയ്ക്ക് നല്ല സുഖമായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ കളമായിട്ട് ഓരോ ഗ്രൂപ്പിന് കൊടുക്കുന്നത്. ഈ കണ്ടോ, ഓല ഇടാത്ത സ്ഥലമുണ്ട്, അത് അങ്ങനെയാണ് ഓരോ കളം തിരിച്ച് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കളം കെട്ടേണ്ടത് ഗ്രൂപ്പ് ഇന്ന് വന്നിട്ടില്ല. അവർ നാളെ മറ്റന്നാളെ ഇനി 2-3 ദിവസം ഉണ്ട്. അപ്പോൾ അത് വന്ന്
കെട്ടി ഇടും കേട്ടോ. അപ്പോൾ ഞാനും മോനും അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരുടെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇനി നടപ്പാലം കാണിച്ചു തരാം കേട്ടോ. അതായത് താൽക്കാലിക പാലം. നദിയുടെ കുറുകെ 3 ഇടത്തായിട്ട് താൽക്കാലിക പാലം നിർമ്മിക്കും കേട്ടോ. അതായത് ഇപ്പം ഞാൻ വന്ന സ്ഥലത്താണെങ്കിൽ അതിലേക്കൂടെ ആണെങ്കിൽ നമുക്ക് പാലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, വെള്ളമൊന്നുമില്ല, അവിടെ വെള്ളക്കെട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്താണെങ്കിൽ വെള്ളം കുറുകെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ, പമ്പാ നദി. അപ്പോൾ അതിലേക്കൂടെ വരണമെങ്കിൽ അതിലേക്കൂടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. അപ്പോൾ അരമനയൊക്കെ ഉള്ളത് അതാണ്. പള്ളിയിൽ നമ്മുടെ തിരുമേനിമാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അരമന. അപ്പോൾ തിരുമേനിയൊക്കെ കാണണമെങ്കിൽ ഈ അരമനയിൽ ചെന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഭാഗത്തുനിന്ന് വരണമെങ്കിൽ പാലത്തിൻ്റെ ഇങ്ങനെ വെള്ളക്കെട്ടിൻ്റെ കുറുകെ നമ്മൾ 3 താൽക്കാലിക പാലം നിർമ്മിക്കും. അപ്പോൾ അവിടെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അങ്ങേ അറ്റം ചെന്നിട്ട് ഞാൻ കുറേ വീഡിയോ ഇങ്ങനെ കാണിച്ചതാണ് നേരത്തെ കണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പടപടപടാന്ന് പറഞ്ഞ് ഓടി സ്പീഡിൽ നടക്കുകയാണേ. കുറേ ഉണ്ട് കേട്ടോ നടക്കാൻ, നല്ല രസമാണ് നടക്കാൻ. ഇപ്പോഴേ നടക്കാൻ പറ്റത്തുള്ളൂ. കൺവെൻഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഒരു പൊടി നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു തുള്ളി സ്ഥലം പോലും കിട്ടത്തില്ല. അതുകൊണ്ട് ആ കാണുന്നതാണ് താൽക്കാലിക പാലം കേട്ടോ. കണ്ടോ, 3 പാലങ്ങളുണ്ട്. ആ നേരെ കാണുന്നതാണ് അരമന. ഇവിടെ നിന്നാൽ കോഴഞ്ചേരി പാലം കാണാം കേട്ടോ. അതുകൊണ്ട് ആംബുലൻസ് പോകുന്ന ശബ്ദം കേട്ടോ. എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയുണ്ട്, ചെറുതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. നല്ല ക്യാമറയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വ്യൂ കിട്ടിയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു പാലവും പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ 2-3 വർഷമായി അത് വെറുതെ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെയും പാലം പണി തുടങ്ങിയെന്ന് കേട്ടു, എനിക്കറിയത്തില്ല സത്യാവസ്ഥ. ഇതാണ് അരമന കേട്ടോ. അപ്പോൾ ഈ അരമനയുടെ ഇതിലേക്കൂടെ വന്ന അങ്ങേ അറ്റം ഒരു നടപ്പാലമുണ്ട്. അപ്പോൾ അതിലേക്കൂടെയാണ് നമ്മളെ തിരുമേനിമാരും ഒക്കെ പ്രവേശിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുന്നതും ഒക്കെ. അപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന കൂട്ടത്തിലോ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ കേൾക്കുന്നവർ ക്ഷമിക്കുക കേട്ടോ. എൻ്റെ അറിവ് വെച്ച് ഞാൻ പറഞ്ഞതാണ്. പിന്നെ കണ്ടോ, കോഴഞ്ചേരി പാലത്തിൽ കൂടെ ഇപ്പോൾ ഒരു ബസ് പോകുന്ന കാണാവേ. നല്ല അടിപൊളിയല്ലേ, നല്ല രസമുണ്ട്. ക്യാമറയിലൊക്കെ പകർത്തുവാണെങ്കിൽ നല്ല അടിപൊളി വീഡിയോ ആയേനെ. കണ്ടോ, ഇതൊക്കെ 2018 ആ പാലത്തിൻ്റെ അടിവശം വരെ ആ തൂണില്ലേ അവിടം വരെയും വെള്ളപ്പൊക്കമായിരുന്നു കേട്ടോ. പ്രൈവറ്റ് ബസ് മാത്രമല്ല, നമ്മുടെ ആനവണ്ടിയും കൂടെ പോകുന്നുണ്ട് കേട്ടോ. കണ്ട, ഇതാണ് നമ്മുടെ കൺവെൻഷൻ നഗറിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ. ഇതാണ് ഒരു നടപ്പാലം കേട്ടോ, താൽക്കാലിക പാലം. നവനീത് അവിടെ നിന്നേ ഇങ്ങനെ വരുന്നതാണ് ഗോഷ്ഠിയൊക്കെ കാണിച്ച്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മയും കൂടെ ഒന്ന് അവിടെ അങ്ങേ അറ്റം വരെ പോയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങേ അറ്റം വരെ പോയിട്ട് ഇങ്ങോട്ട് വരുവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ. ആ പാലം അങ്ങോട്ട് ആരും അങ്ങനെയൊന്നും കയറി ഇറങ്ങിയില്ലല്ലോ. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, വീണ് കഴിഞ്ഞാൽ പോയി. ഇത് ചാക്കുകെട്ടിൽ മണ്ണാണ്, മണൽ നിറച്ചിട്ട് വെച്ചിരിക്കുക. ഈ നടപ്പാലമില്ലേ, താൽക്കാലിക പാലത്തിൻ്റെ ഇങ്ങനെ തറയിൽ അങ്ങോട്ട് ഇടും. എന്നിട്ട് അത് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകും. ടൈൽസ് ഇടുന്ന പോലെ. അത് ഞാൻ പറ്റുമെങ്കിൽ പിന്നെ ഈ ഇതൊക്കെ ഇട്ടതിന് ശേഷം ഞാനിന്ന് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിറച്ചുണ്ട്, കുറേ ചാക്കുണ്ട്. അത് ഇനി അതൊക്കെ പണിയുണ്ട്. പിന്നെ JCB ആണെങ്കിൽ അങ്ങേയറ്റം കുറേ അവിടെ എല്ലാം തറയൊക്കെ ശരിയാക്കുകയാണ്, നിരപ്പാക്കുകയാണ് കേട്ടോ JCB. പിന്നെ കുറേ സൈഡിലാണെങ്കിൽ മണ്ണിട്ട് നികത്തുവാണ്. അതൊക്കെ വണ്ടികൾ പോകാനും ഉള്ള കുഴിയൊക്കെ ഉള്ളതില്ല, അവിടെയൊക്കെ മണ്ണിട്ട് ടിപ്പറിനകത്ത് മണ്ണ് കൊണ്ടുവന്ന് നിറച്ച് നികത്തി ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് മക്കൾ പന്തൽ പണിയാന്ന് പറഞ്ഞില്ലേ, അപ്പം ഞാനും വെറുതെ എന്ന് അമ്മമാരെ സഹായിച്ചേട്ടാ. വയ്യാത്ത പണിക്കൊക്കെ പോകുന്നതാണ് എനിക്കൊരിഷ്ടമാണ്. ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ ഒരു അഹങ്കാരമൊക്കെ കാണും എനിക്ക്. അപ്പം ഞാൻ ഇങ്ങനത്തെയൊക്കെ കൊനിഷ്ഠ പണികളൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ കുറേ നേരം അവന്മാരെ കൂടെ ഞാൻ നിന്ന് ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ഈ ഓലപ്പന്തലിൻ്റെ അമ്മമാരെ കണ്ട കാര്യവും പിന്നെ നടപ്പാലത്തിൽ കൂടെ കയറിയ കാര്യമൊക്കെ ഞാൻ അവന്മാരുടെ അടുത്ത് പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് പോവുകയാണ്.
തിരിച്ച് നമ്മുടെ കടയിലോട്ട് പോകുകയാണ് കേട്ടോ. ഞാനപ്പോൾ പോകുന്ന വഴിക്ക് കോഴഞ്ചേരി പാലത്തിൻ്റെ അടുത്താണ് നമ്മുടെ കോഴഞ്ചേരി വള്ളം പള്ളിയോടം ഇരിക്കുന്നത് കേട്ടോ. അതും കൂടെ കാണിച്ചു തരാവേ. ഇതാണ് കോഴഞ്ചേരി പള്ളിയോടം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ എനിക്കൊന്ന് തിരുത്തി തരണം കേട്ടോ.